सभी दोस्तों को VRDG हिंदी क्लासेस की नई कक्षा में स्वागत है. എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ ചെറിയ കൂട്ടുകാർക്ക് രസകരമായ രീതിയിൽ നമുക്ക് ഇന്നൊരു ക്ലാസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ രസകരമായ ആനിമേഷൻ കൂടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും നിരീക്ഷിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കൂ, വീട് അല്ലേ, വീടാണത്. അപ്പോൾ വീടിന് ഹിന്ദിയിൽ എന്ത് പറയും? ആർക്കെങ്കിലും അറിയാമോ വീടിന് ഹിന്ദിയിൽ എന്ത് പറയും? ഘർ. വീടിന് എന്ത് പറയും? ഘർ. വീടിന് എന്ത് പറയും? ഘർ. അപ്പം നമുക്ക് ഘറിനെ പറ്റി കുറച്ച് സെൻറ്റൻസുകൾ, വീടിനെ പറ്റി കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഹിന്ദിയിലൊന്ന് പറയാൻ ശ്രമിക്കാം. എഴുതാനും, പറയാനും എഴുതാനും വായിക്കാനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ തയ്യാറല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഘർ. ഘർ എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഘർ? നമുക്ക് നോക്കാം. യഹ് ഘർ ഹേ, യഹ് ഘർ ഹേ, ഇത് വീടാകുന്നു. യഹ് ഘർ ഹേ, യഹ്, യഹ് ഇത്, ഘർ ഹേ, ഇത് വീടാകുന്നു. യഹ് ഘർ ഹേ, യഹ് ഏക് ഘർ ഹേ, യഹ് ഏക് ഘർ ഹേ, ഇത് ഒരു വീടാണ്. യഹ് ഏക് ഛോട്ടാ ഘർ ഹേ, യഹ് ഏക് ഛോട്ടാ ഘർ ഹേ. ഛോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഛോട്ട ചെറുത്. യഹ് ഏക് ഛോട്ടാ ഘർ ഹേ. അപ്പോൾ 3 സെൻറ്റൻസ് നമ്മളിപ്പോൾ പഠിച്ചു. യഹ് ഘർ ഹേ, യഹ് ഏക് ഘർ ഹേ, यह एक छोटा घर है, यह एक सुंदर घर है, यह एक सुंदर घर है, यह घर मेरा है, यह घर मेरा है, ഈ വീട് എൻ്റേതാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. യഹ് ഘർ ഹേ, യഹ് ഏക് ഘർ ഹേ, യഹ് ഏക് ഛോട്ടാ ഘർ ഹേ, യഹ് ഏക് സുന്ദർ ഘർ ഹേ, യഹ് ഘർ മേരാ ഹേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ വീടിനെ പറ്റി? ഇനി നമുക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഉള്ളതിന് ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയാലോ. അത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം. മേരെ ഘർ മേം, മേരെ ഘർ മേം, എൻ്റെ വീട്ടിൽ. മേരെ ഘർ മേം മാതാജി, മാതാജി, മാതാജി നോക്കൂ, മാതാജി. പിതാജി, പിതാജി. അപ്പം മാതാജി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മാതാജി അമ്മ. പിതാജി, പിതാജി അച്ഛൻ. ഭായി, ഭായ്, ഭായ് സഹോദരൻ. 2 സഹോദരനുണ്ട്. നമുക്ക് ബഡാ ഭായി എന്ന് പറഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠൻ. ചോട്ടാ ഭായി ഇളയ സഹോദരൻ. ബഹൻ, ബഹനും അതേപോലെ തന്നെ ബഹൻ സഹോദരി. ബഡി ബഹൻ എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചി, ചേച്ചി. ബഹൻ സഹോദരി, അതായത് മൂത്ത സഹോദരി. ബഡി ബഹൻ മൂത്ത സഹോദരി, ചോട്ടി ബഹൻ ഇളയ സഹോദരി. ദാദ, ദാദ ആരാണ്? ദാദ, ദാദ ആരാണ്? ദാദ, ദാദ, ദാ നോക്കൂ, ദാദ അപ്പൂപ്പൻ. ദാദ ആരാണ്? അപ്പൂപ്പൻ. ഓർ ദാദി, ഓർ ദാദി, ദാദി, ദാ നോക്കൂ, ദാദി അമ്മൂമ്മ. അപ്പോൾ നോക്കൂ വീട്ടിൽ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ ഓർ ദാദി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. മേരെ ഘർ മേം മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ और दादी. आपके
ആപ്കെ ഘർ മേം കോൻ കോൻ ഹേ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പം നിങ്ങളും ഇതേപോലെ പറയും. മേരെ ഘർ മേം മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ, ദാദി. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്? വീടിന് ഹിന്ദിയിൽ എന്ത് പറയും? ഘർ. മനസ്സിലായോ? വീടിന് എന്ത് പറയും? ഘർ. വീടിനെ പറ്റി നമ്മൾ കുറച്ച് സെൻറ്റൻസ് പഠിച്ചു. അതൊന്നും നമുക്ക് ഒന്നും കൂടെ ഓർമ്മിച്ചാലോ? യഹ് ഘർ ഹേ, യഹ് ഏക് ഘർ ഹേ, യഹ് ഏക് ചോട്ടാ ഘർ ഹേ, യഹ് ഏക് സുന്ദർ ഘർ ഹേ, യഹ് ഘർ മേരാ ഹേ. ഈ വീട് എൻ്റേതാണ്. മേരെ ഘർ മേം മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ और दादी है. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? വീട്. വീടിനെ പറ്റി മനസ്സിലായോ എല്ലാവർക്കും? വീടിന് ഹിന്ദിയിൽ എന്ത് പറയും? ഘർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച പുതിയ വാക്കുകൾ ഏതൊക്കെയാണ്? യഹ് എന്ന് പറഞ്ഞാൽ ഇത്. യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്. ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. പിന്നെ നമ്മൾ കുറച്ച് റിലേഷൻ, അല്ലേ, ബന്ധങ്ങളെ കാണിക്കുന്ന കുറച്ച് ഹിന്ദി വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ, ദാദി. ഇത് മാത്രമല്ല, വേറെയും റിലേഷൻഷിപ്പുകളുണ്ട്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീട് ഇഷ്ടമായോ? അപ്പോൾ വീട് മാത്രമല്ല, വീടിനെ പറ്റി കുറച്ച് സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്താണ്, നിങ്ങളുടെ കൂട്ടുകാരടുത്ത് ചോദിക്കാം. എന്ത് ചോദിക്കാം? തുമാരെ ഘർ മേം കോൻ കോൻ ഹേ? തുമാരെ ഘർ മേം കോൻ കോൻ ഹേ? നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ പറയുക? മേരെ ഘർ മേം മാതാജി, പിതാജി, ഭായി, ബഹൻ, ദാദാ, ദാദി. എങ്ങനെ പറയാം, അല്ലേ? അപ്പോൾ വീടിന് ഹിന്ദിയിൽ എന്ത് പറയും? ഘർ എന്ന് പറയും. യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഒരു ചെറിയൊരു ടോപ്പിക് ചെറിയ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, അല്ലേ? വീടാണ് ഇന്ന് നമ്മൾ പഠിച്ചത്, അല്ലേ? വീടുമായിട്ട് ബന്ധപ്പെട്ട റിലേഷനുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഇനി ആര് ചോദിച്ചാലും പറയുമോ ഹിന്ദിയിൽ വീടിന് എന്ത് പറയുമെന്ന്? എന്ത് പറയും? ഘർ എന്ന് പറയും, അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഏവർക്കും നന്ദി.